ഹായ് എവരിവൺ, എല്ലാവർക്കും വിഷ് ഓൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ഡിലേ ആണ്, വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആണ്. കാരണം എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗണും കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഫിഷിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, എങ്കിലും ചോദിക്കുകയാണ് എല്ലാവരും. നമ്മളതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഫിഷിങ്ങിന് പോകാത്തത്, ലോക്ക്ഡൗൺ ആയ കാരണം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തമ്പനയിൽ കണ്ട പോലെ വരാൽ അക്വേറിയത്തിൽ ബ്രീഡ് ചെയ്തിട്ടുള്ള ഒരു അപൂർവ ദൃശ്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി തോടുകളിലും കുളങ്ങളിലൊക്കെ കാണുന്ന പോലെ റെഡ് കളറിലുള്ള ആ ഒരു സെക്ഷനല്ല നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ വരുന്ന വരാൽ എഗ് ഇടുന്നതും പിന്നെ അത് അത് കുറച്ച് വലുപ്പമാണതും അതിൽ 5-ാമത്തെ ദിവസം കുറച്ചും കൂടി വലുപ്പമായിട്ടുള്ള ആ ഒരു വിഷ്വൽസാണ്, ബ്ലാക്ക് കളറിലുള്ള കുട്ടികളുള്ള ആ വിഷ്വൽസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് 3-4 ദിവസം ഇതിൻ്റെ പിന്നാലെ ഇരുന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മേക്ക് ചെയ്യണത്. അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. കാരണം അപൂർവം ഉണ്ടാവുന്നൊരു സംഭവമാണ് അക്വേറിയത്തിൽ വരാൽ ബ്രീഡ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ ഞാനും ആദ്യമായിട്ട് കാണാൻ പോകുന്നൊരു വിഷ്വലാണ് സ്നേക്ക് ഇട്ട് മുട്ടിട്ടുള്ള ആ ഒരു വിഷ്വല്. കാരണം നമ്മൾ സാധാരണ കാണുമ്പോൾ വരാലിൻ്റെ ഒപ്പം നടക്കുന്നത് ആ ചുവന്ന കളറിലുള്ള കുട്ടികളാണ്. ഈ ഒരു വലിപ്പത്തിൽ ഇന്നവരെ ഞാൻ കണ്ടിട്ടില്ല. എഗ്ഗ് വിരിഞ്ഞിട്ടുള്ളതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് സ്വല്പം വിരിഞ്ഞതിൻ്റെ വിഷ്വൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 5-ാമത്തെ ദിവസമാണ് നമ്മളിന്ന് ശരിയായ ഷൂട്ടിങ്ങിന് പോണത്. 5-ാമത്തെ ദിവസത്തിൽ കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 56-ാമത്തെ വീഡിയോ ആണ് നമ്മളെ ചാനലിൽ. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാക്സിമം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത് ഗുരുവായൂർ ഭാഗത്ത് മല്ലാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ വരാൽ അക്വേറിയത്തിൽ മുട്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ വരാൽ ബ്രീഡ് ചെയ്തിട്ടുള്ള ആ ലൊക്കേഷനിൽ പോയി നമുക്ക് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ലിനീഷ് ബ്രോൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ ആ കാത്തിരുന്ന വീഡിയോയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 3-ാമത്തെ സെക്ഷനാണ്. ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3-ാമത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ 3-ാമത്തെ വളർച്ച എത്ര കൊണ്ട് ഉണ്ടെന്നുള്ളതും എല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ ആ വരാല് പാറ്റാനിടയായ അക്വേറിയം. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എടുത്ത പോലെയല്ല, വെള്ളം കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ മാറ്റാനും പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് വെള്ളം മാറ്റാണ്ട് വെച്ചേക്കാണ്. കുട്ടികൾ അത്രയും ചെറുതായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരാൽ മുട്ടിട്ടുള്ളതും അതെല്ലാം കണ്ടതിന് ശേഷം നേരെ തിരിച്ച് ഈ വീഡിയോയിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലിനീഷ് ബ്രോ. ഇങ്ങനെ വീട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. എന്തായാലും ഭാഗ്യവാനാണ്. കാരണം നാടൻ വരാൽ നമുക്ക് പാറ്റിട്ട് ഈ ഒരു കണ്ടീഷനിൽ ഇന്നേ വരെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുള്ള വീഡിയോക്കുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ ലിനീഷ് ബ്രോയും പിന്നെ ഈ ക്യാമറാമാനായ ശ്രീവിഷ് ബ്രോയാണ്. ശ്രീവിഷ് ബ്രോനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് വീഡിയോ ചെയ്യണത്. കാരണം എഗ് ഇട്ട ടൈമിൽ നമുക്ക് വരാലിൻ്റെ അത് കാണാൻ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അതിൻ്റെ പാർട്ടായിട്ടുള്ള വീഡിയോ നമ്മളെ ലിനീഷ് ബ്രോ നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ആ വിഷ്വൽസും എല്ലാം കാണാം. അതിന് മുന്നേ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ ക്യാമറമാനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാമറമാനെ നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രീവിഷ് ബ്രോ. നമ്മൾ ഒരു വർക്കിംഗ് പാർട്ട്നേഴ്സ് പോലെ നമ്മളെ വർക്കുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് ബേസായിട്ട് വന്നപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വർക്ക് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അതിലൊരു കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മളതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഫോർ നമ്മുടെ ശ്രീവിഷ് ബ്രോ. ഓക്കെ, ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അധികം ടൈം കളയാതെ നമുക്ക് നമ്മുടെ ആ ഒരു സെക്ഷനായിട്ടുള്ള ആ എഗ് ഇട്ടിട്ട് ഇതുവരെയുള്ള ആ പോർഷൻസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിൽ കിടക്കാം. സ്നേക്കഡ് എഗ് ചെയ്തിട്ടുള്ളതിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു മനോഹരമായ കാഴ്ച, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ ചില സൈഡിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അനങ്ങണത് കാണാം, അതിൻ്റെ എഗ്സ് ഇളകുന്നത് കാണാം. പിന്നെ ചില ഭാഗത്തുള്ള എഗ്ഗുകൾക്ക് ടെയിൽ വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇത്രയും ക്ലോസ് റേഞ്ചിൽ നമ്മൾ ആദ്യമായിട്ടാവും, ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് റേഞ്ചിൽ സ്നേക്കഡ് എഗ്സ് കാണുന്നത്.
അത്രയും സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇവർ സ്റ്റാർട്ടിങ് എഗ്ഗ് നിക്ഷേപിക്കുന്നത്. അത്രയും കെയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ മൂലഭാഗമൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് അവരതിൽ എഗ്ഗ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെക്കൻഡ് എഗ്ഗ് ചെയ്തതിൻ്റെ സെക്കൻഡ് ഉണ്ടായ വളർച്ച ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ട ആ ഒരു എഗ്സ് മൊത്തം വിരിഞ്ഞ് എല്ലാത്തിനും ടൈൽസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തം കാണാനൊരു ബ്ലൂയിഷ് കളറാണ് ഇപ്പോൾ ഒരു ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് കാണാൻ, മനോഹരമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയാം. ഇത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് കൂടുതലും ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ചെറിയ കുട്ടികളാണ്. ഇതേ കാണുന്നതാണ് അതിൻ്റെ അമ്മയോ അച്ഛനോ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. മറ്റാളപ്പുറത്ത് തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ദേഹം എടുക്കുന്നു. ഇതാണ് അവരെ രണ്ടാളെയാണ് നമ്മളിപ്പോൾ കണ്ടത്, അച്ഛനും അമ്മയും. എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച. അത് എന്തെന്നാ പറയുക, നമ്മൾ അത്രയും കാണാൻ പറ്റാത്തൊരു വിഷ്വൽസ് തന്നെ പറയാം. ഇത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കുട്ടികളാണ്, നല്ല ചെറിയ കുട്ടികളാണ്. നമുക്ക് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നമുക്കതിനെ കാണാൻ പറ്റാത്തത്. ഇത് അടുത്ത സ്റ്റെപ്പിനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഇതിപ്പോൾ കുറച്ചും കൂടിയും വലുതായിട്ട് നടക്കണ കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ മുട്ടട്ട വീഡിയോ കണ്ടു, അതിൽ നിന്ന് സ്വല്പം കൂടി വിരിഞ്ഞ വീഡിയോ കണ്ടു. ഇത് മൂന്നാമത്തെ സെക്ഷനാണ്. ഇപ്പോഴത്തെ ആ കലക്കവെള്ളത്തിലുള്ള കണ്ടീഷനാണ് ഇപ്പോൾ ഈ ബ്രാല് പാറ്റിയതിന് ശേഷം വളർച്ച വെച്ചതിന് ശേഷമുള്ള ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണാണോ പെണ്ണാണോ എന്ന് പറയാൻ എന്നെക്കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. എന്തായാലും നമ്മൾ സാധനത്തിനെ കാണാം. ഇതാണിപ്പോൾ മൊത്തം കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങി ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് വളർച്ച വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയ രൂപത്തിലുള്ള വിഷ്വൽസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ സെപ്പറേറ്റ് അത് ആഡ് ചെയ്യാം. നമ്മൾ ഇതിൽ നിന്നുള്ള ഷൂട്ടല്ല, വേറെ ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ തരാം. ഇതാണ് സ്നേക്ക് ഹെഡിൻ്റെ കുട്ടികളുടെ സ്റ്റാർട്ടിങ് വളർച്ച. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ മുട്ട ഇട്ട ടൈം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കാണാൻ കിട്ടാത്തത്. ബാക്കിയുള്ള എല്ലാ വിഷ്വൽസും നമുക്ക് കുളങ്ങളിലൊക്കെ കാണാൻ കിട്ടുന്നതാണ്. എന്തായാലും ഒരു അപൂർവ കാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു രക്ഷയില്ല. 10,000 കുട്ടികളുണ്ട് ഇതിൽ. ഇതിന് എന്തായാലും ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നല്ലൊരു ഗ്രോത്ത് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫുഡ് ഇതിലുള്ള പായലും പിന്നെ നമ്മുടെ വരാലിൻ്റെ മേത്തുള്ള ഒരു ജെല്ല് പോലുള്ളൊരു സംഭവമുണ്ട്. അതാണ് ഇവർ ഈ പ്രായത്തിലുള്ള അവരുടെ ഭക്ഷണം. ഈ സമയത്ത് നമ്മൾ മാക്സിമം പുഴകളിലും തോടുകളിലൊക്കെ കാണുന്ന പാറ്റി നടക്കുന്ന നമ്മുടെ വരാലുകളെ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്രയധികം കുഞ്ഞുങ്ങളുള്ള സമയത്ത് നമ്മൾ ഈ വരാലിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ മൊത്തം മറ്റുള്ള മീനുകൾ തിന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ വേറെ മീനുകളൊന്നും ഇല്ലാത്ത കാരണം ഈ വരാലിനെടുത്ത് മാറ്റിയാലും കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യും. മാക്സിമം എല്ലാവരും പാറ്റിയ മീനുകളൊന്നും പിടിക്കാതിരിക്കുക. കാരണം എത്ര കുട്ടികളുണ്ട് നിങ്ങൾ ഇപ്പം തന്നെ കണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ സാധാ കണ്ടുവരുന്ന പോലെ ആ ബ്ലാക്കിൽ വൈറ്റ് ലൈനുകൾ വന്നു തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് അവരുടെ കളർ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക.
പിന്നെ ഇവിടുന്ന് ഒരു 10-15 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ കളർ ചേഞ്ച് ആയി വരുന്നത്. ഒരു രക്ഷയില്ലായി കാണുന്നതൊക്കെ അതിൻ്റെ കുട്ടികളാണ്. ഈ ഒരു രൂപത്തിൽ നമുക്ക് ടോട്ടലി കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കുറച്ച് വലുതാകുമ്പോഴാണ് നമ്മളെ കൺമുന്നിലേക്ക് കുട്ടികൾ കൂട്ടം കൂട്ടായിട്ട് ചുവന്ന കളറിൽ വരുന്നത്. ഓക്കെ, അതിൽ കുറച്ച് മീനുകളുണ്ട്. അവറ്റകളെ വെട്ടാൻ വേണ്ടി നടക്കുന്നതിൻ്റെ ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് നമുക്ക് ഒരു കണക്കുമില്ല, കാരണം ഒരുപാടുണ്ട്. എന്തായാലും ഇതൊക്കെ വലുതായി വരുമ്പോൾ ഈ ടാങ്ക് എന്തായാലും മതിയാവാതെ വരും. ഇതെന്തായാലും മാറ്റിയിടേണ്ടി വരും. ഇതാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാണാൻ പോകുന്ന കുഞ്ഞുങ്ങൾ. നമ്മളെപ്പോഴും കാണാൻ ചാൻസ് ഉള്ള ഒരു വളർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്, ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ അല്ല. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വലാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാവാൻ പോകുന്ന കളറ്. റെഡ്, ഗോൾഡ് അങ്ങനെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് എന്ത് അതിൻ്റെ ഇടയിൽ വന്ന് വീണാലും തള്ളവരാൽ വന്നിട്ട് അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ആരും ഈ സമയത്ത് ഈ വരാലുകളെ പിടിക്കാതിരിക്കുക, പാറ്റി നിൽക്കുന്ന വരാലുകളെ പിടിക്കാതിരിക്കുക. കാരണം അത്രയും കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന ബ്രാലുകളെ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ സമയത്ത് വരുന്ന കുട്ടികളെല്ലാം വേറെയുള്ള മീനുകൾക്ക് ഇരയാവുകയാണ് ചെയ്യണത്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവരെ അച്ഛനമ്മമാർക്ക് തന്നെ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പാറ്റി നിൽക്കുന്ന സമയത്ത് നമ്മൾ വരാലുകൾ പിടിക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു അപൂർവ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വന്നിട്ട് ക്യാപ്ചർ ചെയ്തതാണ്. ഓക്കെ, ഒരു രക്ഷയില്ല. അത് ഡയറക്റ്റ് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഇത് അങ്ങനെ അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്നൊരു വിഷ്വലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു രക്ഷയില്ല. അത് കംപ്ലീറ്റ് കുട്ടികളാണ്, ആയിരക്കണക്കിന് കുട്ടികളാണ് ഇതിൽ ഓൾറെഡി ഉള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ് വരാല് മുട്ടയിട്ട് വിരിഞ്ഞ് അത് ഈ ഒരു രൂപത്തിൽ എത്തുന്ന വരെയുള്ള വിഷ്വൽസ് നമ്മൾ കണ്ടത്. പിന്നെ ബാക്കി ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് കാണിച്ച വീഡിയോസ് നമ്മൾ എടുത്തിട്ടുള്ളതല്ല, ഫോർ എക്സാമ്പിളായിട്ട് കാണിച്ചതാണ്. പിന്നെ വരാവുന്ന സ്റ്റേജുകളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ നമ്മളെ സഹായിച്ചതിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം ഇത്രയും അധികം കുഞ്ഞുങ്ങളായിട്ട് വരാൽ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ക്യാച്ച് ചെയ്യാതിരിക്കുക. കാരണം ഇപ്പോൾ ഈ അക്വേറിയത്തിൽ വേറെ മീനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയില്ല. ബാക്കി നമ്മൾ പുഴകളിലും കുളങ്ങളിലൊക്കെ നടക്കുന്ന വരാൽ കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്ന സമയത്ത് നമ്മളതിനെ പിടിക്കുമ്പോൾ ഒരുപാട് മീനുകളുണ്ട് അവറ്റകളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഈ രണ്ട് ബ്രാലുകളാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ മേത്തുനിന്ന് തന്നെയാണ് ഈ പ്രായത്തിൽ അവർക്കുള്ള ഫുഡും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അവരെ പിടിച്ചു കയറ്റുമ്പോൾ അത് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് കുട്ടികളാണ് നമുക്ക് നമ്മുടെ മത്സ്യസമ്പത്തിൽ നിന്ന് നഷ്ടമാകുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അതിനും കൂടി ഒരു ഉപകാരമാകും. കാരണം ഇത്രയും കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏറെക്കുറെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും താഹിർ നിങ്ങളുടെ മുന്നിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിലുപരി ഇങ്ങനത്തെ ഒരു വീഡിയോ ടോട്ടലി ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോസ് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.